കുറേ ശിഖരങ്ങളാണ് കട്ട് ചെയ്യുക. ചിലരൊക്കെ നന്നായിട്ട് കിളിർത്ത് നിൽപ്പുണ്ട് കേട്ടോ. അതിനകത്ത് കുറേ കട്ട് ചെയ്യാറുണ്ട്. എല്ലാ ശിഖരങ്ങളും ഒന്ന് കട്ട് ചെയ്യണം. ഇത് മതി. ഇതിന് നന്നായിട്ട് കിളിർത്ത് വന്നോളും. നമ്മൾ എടുത്ത് കളയുന്നതിനേക്കാളും നല്ലത് നമുക്കൊന്നുകൂടെ ഒന്ന് ശ്രമിച്ച് നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ മാറ്റിയിട്ട് വേറെ വയ്ക്കാം. അപ്പം ഞാൻ കുറേ നാളായി കത്തിരി വഴുതനയൊന്നും ഇട്ടിട്ട് കിളിപ്പിക്കാറേ ഇല്ല. അല്ലെങ്കിൽ എനിക്ക് വഴുതന എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും വഴുതന കാണാതെ ഇരിക്കാറേ ഇല്ല. അപ്പോൾ കുറേ നാളായി വഴുതനയും ഇല്ല. ഇതിനകത്തൊരു പൂ നിൽപ്പുണ്ട് കേട്ടോ. അതുകൊണ്ട് ആ ചീര അവിടെ നിൽക്കട്ടെ. വേണ്ട, ഇനി കിളിർത്ത് വരുന്നത് മതി. അവരെല്ലാവരെയും കണ്ട നല്ല ഇത് നമ്മുടെ പ്രൂണിങ് എന്ന് പറയും. എല്ലാ ഉണങ്ങിയ ശിഖരങ്ങളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി. ഇനി കുറച്ച് മണ്ണ് കുറവാണ് കേട്ടോ ഇതിനകത്ത്. കുറച്ച് മണ്ണ് ഇത് കണ്ടോ, ഇത് നല്ല കരിയിലൊക്കെ പൊടിഞ്ഞ നല്ല മണ്ണാണ്. അപ്പോൾ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ വേറെ വളങ്ങളൊന്നും ഇന്നിടുന്നില്ല. ഇന്നിച്ചിരി സൂഡോമോണസ് ഒന്ന് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച്. അത് അടിച്ച് കൊടുത്തിട്ട് നമുക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നല്ല ഇളക്കമുള്ള മണ്ണാണ് കേട്ടോ. അതിൻ്റെ പഴയ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ല മണ്ണാണിത്. സ്ഥലമുള്ളവർ താഴെ നട്ടാൽ കുറേ കാലം നിൽക്കുമത്. പക്ഷെ നമുക്ക് താഴെ ഇവിടെ നടാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിന്നെ ടെറസിൽ വെച്ചിരിക്കുന്നത്. വേണ്ട, ഇത് കുറച്ച് സൂഡോമോണസാണ്. അപ്പോൾ സൂഡോമോണസിന് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പോകുന്നു. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം വളങ്ങളൊക്കെ. ശിഖരങ്ങളിലൊക്കെ നന്നായിട്ട് മൂട്ടിലൊക്കെ ആയിട്ടുണ്ട്. സൂഡോമോണസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം എവർക്കില്ല, പുതിയ കുറച്ച് തൈകളൊക്കെ വെച്ചിരിക്കുന്നതിൽ ഞാനിങ്ങനെ ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോൾ സൂഡോമോണസ് എടുക്കാറുണ്ട് കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇതൊക്കെ പെട്ടെന്നൊന്ന് മുളച്ച് വരുന്നുണ്ട്. ഇതിനകത്ത് ഇതല്ലോ ചെറിയ കാ വരുന്നുണ്ട്. അവരൊക്കെ ഒത്തിരി കായ്ച്ചത്. അതിനകത്ത് നമ്മുടെ പച്ച കളറുള്ള കത്തിരിയുണ്ട്, വേറെ വലിയ നീല കത്തിരിയുണ്ട്, വഴുതനയുണ്ട്, അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട് ഇതിനകത്ത്. നമുക്കൊരു വീട്ടാവശ്യത്തിന് ഇവരൊക്കെ മതി.
എല്ലാവരും ഇതുപോലെ പഴയ ചെടികളൊക്കെ ഇരിക്കുന്നവർ അതൊന്നും നമ്മൾ പെട്ടെന്നൊന്ന് പിഴുത് കളയാതെ ഇതൊക്കെ എടുത്ത് ഇതുപോലെ ഒന്ന് വെട്ടി റെഡിയാക്കി വെച്ചാൽ നമുക്ക് കാണാം അടുത്ത ഇവർ കിളിർക്കുന്നുണ്ടോ എന്താണെന്ന് കാണാം. എന്തായാലും കിളിർക്കാതിരിക്കില്ല, കിളിർക്കും അവർ. അപ്പോൾ റെഡിയായി വരുന്നത് നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് കാണാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാനിനി ഇതിൻ്റെ അടുത്ത സ്റ്റേജുള്ള ഇതുമായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാണിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഇത് കിളിർത്ത് വരുന്നതെന്ന്. ഇനി വെള്ളം ഒഴിക്കാൻ ഞാൻ ചില ദിവസമാണെങ്കിൽ ഇങ്ങനെ ടെറസിൻ്റെ മുകളിൽ കയറി വരാറില്ല. വെള്ളം ചില ദിവസം ഒഴിക്കാൻ ഞാൻ മറന്നു പോകുന്നല്ല, ചില ദിവസം സമയം കിട്ടാറില്ല. അങ്ങനെ ഇവിടെ ഇപ്പം കുറച്ച് ചെടികളേ ഉള്ളൂ. നമ്മുടെ ടെറസിലെല്ലാം ആ മണ്ണൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് ചട്ടികളൊക്കെ ആക്കുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ. എൻ്റെ മക്കൾ പറയുന്ന പോലെ എല്ലാവർക്കും ടാറ്റ.